ഒരു 100ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘം 2 യാത്രകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ യാത്രകളെക്കുറിച്ച് പറയില്ല, നടത്താനുള്ള അവകാശം അവർക്കുണ്ട്. പറഞ്ഞു വരുന്നതൊക്കെ അവർക്ക് പറയാനും പറ്റും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന നിലക്ക് ഔദ്യോഗികമായി ആ പേര് പേറുന്നവർക്ക് ആ സംഘം സാങ്കേതികമായി 100ാം വാർഷികം ആഘോഷിക്കാം. മറ്റുപോലെ ചിലർ ചോദിക്കുന്നത് 36 വർഷമുള്ള സംഘടനയ്ക്ക് 100ാം വാർഷികം ആഘോഷിക്കാൻ എന്താ അർഹത എന്നൊക്കെയാണ്. ഏതായാലും ആ പേരിലാണല്ലോ അവർ നിൽക്കുന്നത്, അവരും ആഘോഷിക്കുക. ആഘോഷിച്ചോട്ടെ, 2 സമസ്തയും, 2 സമസ്ത എന്നുള്ള പേരിലാണല്ലോ. നമ്മളെ മശായിഖ്മാർ ഏതായാലും ആ പേര് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ സംഘടനാപരമായിട്ടുള്ള കൺഫ്യൂഷൻ തീർക്കാനാണ്. പ്രശ്നം വേണ്ട, ഉണ്ടാകരുത് എന്ന് ചോദിച്ചു. സംഘടനയ്ക്ക് ആ പേര് തന്നെ സ്വീകരിച്ചാൽ പലവിധ പ്രശ്നങ്ങളുണ്ടല്ലോ. കോടതി കയറേണ്ടി വന്നു, വിധി ഉണ്ടായിട്ടും കൊടി മാറ്റാൻ പറ്റാതെ 2 കൊടി ഒരേ കൊടിയായി, ഇതൊക്കെ നിൽക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സമസ്ത എന്ന പേരെ സ്വീകരിക്കാതെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, അതായത് കേരള സംസ്ഥാനത്തിൻ്റെ ഏക ജംഇയ്യത്തുൽ ഉലമയാണ് നമ്മൾ ജംഇയ്യത്തുൽ ഉലമ. അതാണ് അവർ പേരിട്ടത്. കേരള സംസ്ഥാനം എന്നുള്ളത് കേരളവും സംസ്ഥാനമാണല്ലോ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ, ജംഇയ്യത്തുൽ ഉലമ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ജംഇയ്യത്തുൽ ഉലമ മുത്തലക്കൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ സംഘമാണ്. ഈ ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ സംഘത്തെ രൂപീകരിച്ച അന്ന് അവർ, നിങ്ങൾ 2 കൂട്ടരുടെയും യാത്രയിലൊന്ന് കേട്ടു നോക്കി. 42 വർഷക്കാലം സ്ഥാപിത കാലം മുതൽക്ക് സമസ്തയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച, സമസ്തയുടെ ലഭ്യമായിട്ടുള്ള മിനുട്സുകൾ പരിശോധിച്ചാൽ ആ ലഭ്യമായ മിനുട്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുശാവറയിലെ പ്രധാന തീരുമാനങ്ങളിലെല്ലാം അധ്യക്ഷം വഹിച്ചുകൊണ്ടോ പങ്കെടുത്തുകൊണ്ടോ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സബ് കമ്മിറ്റികളിലോ നേതൃത്വം നൽകിയതായി ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമായുടെ പേരില്ലാത്ത യോഗങ്ങൾ കാണില്ല. ആ വിധം സമസ്തയെ സേവിച്ച, ദീർഘകാലം സമസ്തയുടെ വൈസ് പ്രസിഡന്റായി വയോവൃദ്ധനായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ പരിക്ഷീണനായിരുന്ന ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മർഹൂം റഹ്മഹുല്ലാ തങ്ങൾ അവരുടെ കാലത്ത് വൈസ് പ്രസിഡന്റായിക്കൊണ്ട് ഈ സംഘടനയെ നിയന്ത്രിക്കാൻ ദീർഘകാലം നിന്ന അവരുടെ വഫാത്തിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഐക്യകണ്ഠേന അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘമുണ്ടായപ്പോൾ അതിനെ നിരമ്പലിശാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഐക്യകണ്ഠേന പ്രസിഡന്റാക്കിക്കൊണ്ട് തിരഞ്ഞെടുത്ത ആ മഹാനായ താജുൽ ഉലമ അവർകളെ ഇതിനു മുൻപ് ആഘോഷിച്ച ആഘോഷങ്ങളിലൊക്കെ സമസ്തയിൽ നിന്ന് വേർപെട്ടു പോയപ്പോഴും കുഴപ്പമുണ്ടാക്കാതെ പോയി, നാശമുണ്ടാക്കാതെ പോയി, പേരിട്ടില്ല, ആ രീതിയിൽ പോയി എന്ന് പറയാനെങ്കിലും ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചിരുന്നു. ഇപ്പോൾ ഉള്ള തലമുറക്ക് അങ്ങനെ ഒരു പേരേ അറിഞ്ഞൂടാ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരറിഞ്ഞൂടാ. 1950 വടകര സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഊര് നേരിട്ട് പങ്കെടുക്കുന്നതും സമസ്തയുടെ പോക്ക് ഇതുപോലെയാണെങ്കിൽ പോക്ക് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവർ നേരത്തെ മനസ്സിലാക്കിയതും വടകര സമ്മേളനത്തെ അധികരിച്ചാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്. ആ സമ്മേളനത്തിൽ തീരുമാനിച്ചതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ആ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ വേണ്ടി രൂപം കൊണ്ട സബ് കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഓറ പേരുണ്ട്, സമസ്തയുടെ മിനിസ്റ്ററുണ്ട്, റിക്കാർഡിലുണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേര്. ആ പേര് പ്രകാരം ചേർന്ന യോഗം മൗലാന അബ്ദുൽ ബാരി തങ്ങളുടെ വാളക്കുളത്തെ വീട്ടിൽ വെച്ച് ചേർന്ന യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രഥമമായി ചേർന്നിട്ടുള്ള ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട ഓറ് നാദാപുരത്തുനിന്ന് പോയി പങ്കെടുത്തിട്ടുമുണ്ട്. അതും സമസ്തയുടെ റിക്കാർഡിലുണ്ട്. അങ്ങനെയുള്ള ഓറെ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചരിത്രം പറയുമ്പോഴെങ്കിലും ഓറെ പറയുന്നില്ല. വേണ്ട, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. 100 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞേക്കാം. 1965 എന്ന കാലം വരേക്കും കേരളത്തിലെ ഉലമാക്കളിൽ ആരെല്ലാം ജീവിച്ചു മറഞ്ഞവരുണ്ടോ, ആ ജീവിച്ചു മറഞ്ഞ ഉലമാക്കളുടെ എല്ലാം പരിശുദ്ധമായ സരണിയും പരിശുദ്ധമായ മാർഗവും അപ്പടി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. 65 ശേഷം ആധുനിക സമസ്ത എന്ന് ശൈഖുന അവറുകൾ വിളിക്കുന്ന 8467 ശേഷമുള്ള ഉച്ചഭാഷണി ഇബാദത്തുകളിൽ കൂട്ടിച്ചേർക്കാൻ തീരുമാനിച്ച ആ ഒരു സമ്മേളനത്തിൽ മുഷാവറയില്ലേ, ആ മുഷാവറ മുതൽക്ക് ഇങ്ങോട്ടുള്ളതല്ലാത്ത അതിനു മുൻപ് കഴിഞ്ഞു പോയ ഉലമാക്കളെ ഞാൻ കൃത്യമായി പറയുന്നത് 1965 മുൻപ് വഫാത്തായിട്ടുള്ള ഉലമാക്കളൊക്കെ എങ്ങനെയാണ് ഇബാദത്തുകൾ നിർവഹിച്ചത്?
എങ്ങനെയാണ് ഷാഫിഈ മദ്ഹബിനെ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് ആരാധനാ രൂപങ്ങളെ കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ജുമുഅ ജമാഅത്തുകളൊക്കെ നിർവഹിച്ചത്, അതേപടി നിർവഹിക്കാൻ വേണ്ടി കേരളീയ ജനതയ്ക്ക് മുന്നിൽ നിന്ന് കൊടുക്കുന്ന സംഘം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയാണ്. അതുവരെയുള്ളവരൊക്കെ അഹമ്മദ് കോയ ശാലിയാത്തി അവറുകളെ കൂട്ടിക്കോളൂ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കൂട്ടിക്കോളൂ, ബഹുമാനപ്പെട്ട KPM മുഹയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ പറവണ്ണ അവറുകളെ കൂട്ടിക്കോളൂ. സമസ്തക്ക് വേണ്ടി ഓടിക്കതച്ച് നടന്ന് അതിനെ ഒരു പ്രസ്ഥാനമാക്കാൻ, വിദ്യാഭ്യാസ ബോർഡിനെ ഒരു വടവൃക്ഷമാക്കാൻ ആരൊക്കെ യത്നിച്ചവരുണ്ടോ, ആദ്യകാലത്ത് 65 മുൻപ് മരണപ്പെട്ട അതിൻ്റെ നേതാക്കളൊക്കെ എങ്ങനെയാണ് ഖുതുബ നിർവഹിച്ചതും ജുമുഅക്ക് കൂടിയതും നിസ്കാരത്തിൽ കൂടിയതുമെങ്കിൽ അതു നിലനിൽക്കണമെന്ന് പറയുന്ന സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ആ പാരമ്പര്യം നിലനിൽക്കണമെന്ന് പറയുന്ന സംഘം 967 ശേഷം സമസ്ത തീരുമാനിച്ച ശേഷവും അക്കാലത്ത് 65 ശേഷം ജീവിച്ചവരും ഉള്ളവരിൽ പ്രഗത്ഭരാരൊക്കെയാണ് കേരളത്തിലെങ്കിൽ ആ പ്രഗത്ഭർ മാനായ അല്ലാമ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ, അല്ലാമ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അല്ലാമ നിറമരുതൂർ വീരാൻകുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി മലയിൽ വീരാൻകുട്ടി മുസ്ലിയാർ തുടങ്ങി അന്ന് ജീവിച്ച 65 ശേഷവും ജീവിച്ച 70കളിലും മറ്റും ജീവിച്ചിട്ടുള്ള ഉലമാക്കളിലും ശൈഖുനായുടെ കാലത്തും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഓറുടെ കാലത്തും ജീവിച്ചിട്ടുള്ള ഉലമാക്കളിലും മഹാരഥന്മാരായ ഉലമാക്കളെല്ലാം ഉച്ചഭാഷിണികൾ ആരാധനകളിലും മറ്റും ഉൾപ്പെടുത്തുന്നതിനെയും അത് കൂട്ടിച്ചേർക്കുന്നതിനെയും എതിർത്തിരുന്നവരും അത്തരം ആരാധനകൾക്ക് പങ്കെടുക്കാത്തവരുമായിരുന്നു. ആ പാരമ്പര്യമാണ് നാം സ്വീകരിക്കുന്നത്. 965 മുമ്പ് വഫാത്തായവരാരാകട്ടെ അത്തരം സുന്നി ഉലമാക്കൾ ആരും ഉച്ചഭാഷണിയിലുള്ള ഖുതുബകളിലോ ജുമുഅകളിലോ ജമാഅത്തുകളിലോ കൂടിയവരുണ്ടാകില്ല, അതിൽ പങ്കെടുത്തവരുണ്ടാകില്ല. ആ നേതാക്കന്മാരുടെ ശരിയായ മാതൃക 67 ശേഷം സമസ്തയുടെ കുപ്രസിദ്ധ തീരുമാനത്തിന് ശേഷം മാത്രമുള്ളവരുടെ മാതൃകയെ ഞങ്ങൾക്കില്ലാതുള്ളൂ. അതിന് മുൻപത്തെ ശരിയായ പൈതൃകമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ വഹിക്കുന്നത്. ആ വഹിക്കുന്ന സംഘത്തെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായും താജുൽ ഉലമായും എന്ന നമ്മുടെ ശൈഖാനെ നമുക്ക് കയ്യിലേൽപ്പിച്ചിട്ടുള്ള ആ മഹത്തായ സംഘം. നമ്മളെത്ര സൗഭാഗ്യവാന്മാർ! ആ സൗഭാഗ്യം നുണയുന്ന നമ്മളെല്ലാവരും, ആസ്വദിക്കുന്ന നമ്മളെല്ലാവരും ആ മഹാരഥന്മാരായ ശൈഖാനിമാരോട് കടപ്പെട്ടവരാണ്. അവരോടുള്ള കടപ്പാട് നിർവഹിക്കാൻ ജീവിതമാസകലം നാം പ്രതിബദ്ധതയുള്ളവരാണ്. നമുക്ക് ഏറ്റവും ഉത്തരവാദിത്വമുള്ളവരാണ്. അത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.